ഹയർ സെക്കൻഡറി 1ാം വർഷ ചരിത്ര പാഠഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒന്നാമത്തെ ഫസ്റ്റ് തീമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഫ്രം ദ ബിഗിനിങ് ഓഫ് ടൈം, കാലാരംഭം മുതൽ. ഫ്രം ദ ബിഗിനിങ് ഓഫ് ടൈം, കാലാരംഭം മുതൽ 11 തീമുകളിലെ ഒന്നാമത്തെ തീം. അതിൽ ഹിസ്റ്ററി എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എന്നിട്ട് മനുഷ്യ പരിണാമത്തെ പറ്റിയുള്ള ഈ ചിത്രം നിങ്ങൾ കണ്ടു. ഇതിന് കണ്ട് മടുക്കുമായിരിക്കും, പലതവണയും നമ്മൾ കാണും. പരിണാമത്തിനെ കുറിച്ച് നിങ്ങൾ കൊച്ചുനാൾ തൊട്ട് കാണുന്ന ഈ ചിത്രം, ആധുനിക മനുഷ്യനായ നമ്മളാ മുമ്പേ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട ചാൾസ് ഡാർവിനെ പറ്റി. ചാൾസ് ഡാർവിൻ എങ്ങനെയാണ് മനുഷ്യനുണ്ടായെന്ന് ആ പരിണാമ സിദ്ധാന്തം നമ്മുടെ മുമ്പിലേക്ക് വെച്ച ചാൾസ് ഡാർവിൻ. അതൊരു സ്ഥിരം ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യം കൂടിയാണ്. ഡിസ്ക്രിപ്റ്റീവായിട്ടും വരും, അല്ലെങ്കിൽ ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്ന പുസ്തകം എഴുതാറാണെന്ന് ചോദിക്കും. അപ്പോൾ ചാൾസ് ഡാർവിനെ പറ്റി പറഞ്ഞു. ദ സ്റ്റോറി ഓഫ് ഹ്യൂമൻ ഇവല്യൂഷൻ എന്ന് പറഞ്ഞ് നമ്മൾ നിർത്തുകയായിരുന്നു. ദ സ്റ്റോറി ഓഫ് ഹ്യൂമൻ ഇവല്യൂഷൻ, ആ എനോർമസ് പ്രോസസ്സിലേക്ക് നമ്മൾ കടക്കുകയായിരുന്നു. പിന്നീട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് എല്ലാ പാഠങ്ങളും തുടങ്ങുന്നത് സോഴ്സസ്, ഉറവിടങ്ങൾ. ആ പാഠം റീക്രിയേറ്റ് ചെയ്യാൻ ചരിത്രകാരന്മാർ എന്തൊക്കെ ഉറവിടങ്ങളാണ് ഉപയോഗിച്ചത് എന്നുള്ളത്. അന്നേരം നമ്മൾ ഫോസിലുകളാണ് പ്രധാന ഉറവിടം എന്ന് പറഞ്ഞാൽ അത് വിവരിച്ചങ്ങ് പോവുക ചെയ്തത്. അപ്പോൾ ഫോസിലുകൾ മാത്രമല്ല, പരീക്ഷാ സംബന്ധിയായിട്ട് ചോദിക്കുന്നതാണ്. എന്തൊക്കെ ഉറവിടങ്ങളാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ടെസ്റ്റിൽ തന്നെ ഉണ്ട്. ഒന്ന് ഹ്യൂമൻ ഫോസിൽസ്, മനുഷ്യൻ്റെ ഫോസിലുകൾ, ജീവാശ്മങ്ങൾ എന്നൊക്കെ മലയാളം പറയും. അത് പാടാണ്, മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും ഫോസിലുകൾ എന്നങ്ങ് എഴുതുക. 2 സ്റ്റോൺ ടൂൾസ്, കല്ലായുധങ്ങൾ, ശിലായുധങ്ങൾ. 3 കേവ് പെയിൻറ്റിങ്സ്, ഗുഹാചിത്രങ്ങൾ. ഇത് 4 അല്ലാതെ ചാൾസ് ഡാർവിൻ്റെ കൃതികൾ, ദ വർക്ക്സ് ഓഫ് ചാൾസ് ഡാർവിൻ വേണമെങ്കിൽ 4ാമത് നമുക്ക് എഴുതാം. ഇതൊക്കെയാണ് ഉറവിടങ്ങൾ. സ്പീഷീസസ് അഥവാ ജീവി വർഗം എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. സ്പീഷീസ് എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ദാറ്റ് ക്യാൻ ബ്രീഡ് ടു പ്രൊഡ്യൂസ് ഫെർട്ടൈൽ ഓഫ് സ്പ്രിങ്സ് എന്ന് പറഞ്ഞു. സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ജീവികളുടെ സംഘങ്ങളെയാണ് സ്പീഷീസ് എന്ന് വിളിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തായിട്ട് മനുഷ്യ പരിണാമത്തിന്റെ കഥ, ദ സ്റ്റോറി ഓഫ് ഹ്യൂമൻ ഇവല്യൂഷൻ. ദ സ്റ്റോറി ഓഫ് ഹ്യൂമൻ ഇവല്യൂഷൻ. ദ സ്റ്റോറി ഓഫ് ഹ്യൂമൻ ഇവല്യൂഷൻ ഈസ് വെരി ലോങ് ആൻഡ് കോംപ്ലിക്കേറ്റഡ്. വളരെ ദീർഘവും സങ്കീർണവുമാണ് മനുഷ്യപരിണാമത്തിന്റെ കഥ. ഹ്യൂമൻ ബീയിങ്സ് ഫസ്റ്റ് അപ്പിയർഡ് ഓൺ എർത്ത് മില്യൻസ് ഓഫ് ഇയേഴ്സ് അഗോ. മില്യൺ എന്ന് പറഞ്ഞാൽ ദശലക്ഷമാണ്. ദശലക്ഷക്കണക്കിന് വർഷം മുമ്പ് മനുഷ്യർ ആദ്യമായി ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്നു. ദേ ഹാവ് പാസ്ഡ് ത്രൂ വേരിയസ് സ്റ്റേജസ് ഓഫ് ഇവല്യൂഷൻ. ദ ഇവല്യൂഷൻ ടു മോഡേൺ ഹ്യൂമൻസ് വാസ് സ്ലോ ആൻഡ് സ്റ്റേജ് ബൈ സ്റ്റേജ് പ്രോസസ്. അപ്പോൾ ഈ ഇവല്യൂഷൻ ഒരുപാട് ഘട്ടങ്ങളിലൂടെയാണ്. ഈ ഘട്ടങ്ങൾ വളരെ സ്ലോയുമാണ്. സ്റ്റേജ് ബൈ സ്റ്റേജ് പ്രോസസ്, ഘട്ടം ഘട്ടമായിട്ടുമാണ് ഇത് നടക്കുന്നത്. അനേക ലക്ഷം വർഷങ്ങളുമുണ്ട്. ദ പ്രോസസ് ഓഫ് ഇവല്യൂഷൻ ഫൈനലി റീച്ച്ഡ് ടു ദ മോഡേൺ മാൻ ഹോമോ സാപ്പിയൻസ് ആസ് വി ടുഡേ. അവസാനം ഈ പ്രോസസ്സ് നമ്മുടെ ഇപ്പോഴത്തെ നമ്മളിൽ എത്തിച്ചേരുന്നു. ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്നത് നമ്മളിൽ എത്തിച്ചേരുന്നു. അവിടെ നിങ്ങൾക്ക് കാണാം പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയുന്ന ഒരു വാക്ക്. പ്രീ ഹിസ്റ്റോറിക് പീരീഡ്, ചരിത്രാതീത കാലം, ചരിത്രം എഴുതുന്നതിന് മുമ്പുള്ള കാലം. ബിഫോർ റിട്ടൺ ഹിസ്റ്ററി, അതാണ് പ്രീ ഹിസ്റ്റോറിക് പീരീഡ്. ഹിസ്റ്റോറിക് പീരീഡ് ആണല്ലോ ചരിത്രം രേഖപ്പെടുത്തിയ കാലം. അപ്പൊ പ്രീ ഹിസ്റ്റോറിക് പീരീഡിൽ നിന്നാണ് നമ്മളിത് ആരംഭിക്കുന്നത്, പ്രീ ഹിസ്റ്റോറിക് പീരീഡിൽ. അടുത്തതും കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻട്രൊഡക്ഷനായി നമ്മൾ പറഞ്ഞതാണ് മൈൽ സ്റ്റോൺ ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ്, മനുഷ്യ പുരോഗതിയിലെ നാഴികക്കല്ലുകൾ. നിങ്ങൾക്ക് വായിക്കാം. ഹണ്ടിങ് ആൻഡ് ഫുഡ് ഗാദറിങ്, തുടക്കത്തിൽ വേട്ടയാടലും ഭക്ഷ്യശേഖരണവും. ഇൻവെൻഷൻ ഓഫ് ഫയർ, തീയുടെ ഉപയോഗം കണ്ടുപിടിച്ചു കഴിഞ്ഞു. അഗ്രികൾച്ചർ, അതിനെപ്പറ്റി ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ തന്നെ ആലോചിച്ച് ഏത് രീതിയിലൊക്കെ ആയിരിക്കും കണ്ടുപിടിച്ചെന്നൊക്കെ കഥകളായിട്ട് തന്നെ ഓർക്കണമെന്ന്. സെറ്റിൽഡ് ലൈഫ്, സ്ഥിരതാമസം. പോട്ടറി, മൺപാത്രങ്ങളുമായി. ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ്, മൃഗങ്ങളെ ഇണക്കി വളർത്തൽ. വീലുകളുടെ കണ്ടുപിടുത്തമാണ് മനുഷ്യനെ പെട്ടെന്ന് ആധുനികനാക്കി മാറ്റുന്നത്. ഇനിയുള്ളതൊക്കെ നമ്മൾ അടുത്ത പാഠത്തിലൊക്കെ പഠിക്കുന്നതാണ്. ഇൻവെൻഷൻ ഓഫ് മെറ്റൽ, ലോഹങ്ങളുടെ കണ്ടുപിടുത്തം. ലാംഗ്വേജ്, അപ്പോൾ അങ്ങനെയുള്ള റൈസ് ഓഫ് സിറ്റീസ്, അതൊക്കെ നമ്മളൊന്ന് പറഞ്ഞായിരുന്നു. അതൊക്കെ ഇനി അടുത്ത പാഠത്തില് അക്ഷരങ്ങളുടെയും എഴുത്തുവിദ്യയുടെയും ഒക്കെ കണ്ടുപിടുത്തമൊക്കെയാണ്. ദ പ്രീകഴ്സേഴ്സ് ഓഫ് മോഡേൺ ഹ്യൂമൻ ബീയിങ്സ്, ആധുനിക മനുഷ്യരുടെ മുൻഗാമികൾ. പ്രിമേറ്റുകൾ. There were various stages in the history of human evolution. Human beings belong to the species called mammals. അപ്പോൾ വിവിധ ഘട്ടങ്ങളായി മനുഷ്യപരിണാമം ഉണ്ടായി. മനുഷ്യൻ ഈ വിഭാഗത്തിലെ മാമലുകൾ സസ്തനി വർഗത്തിൽപ്പെടുന്നതാണ്. സസ്തനികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലേ? സസ്തനികൾ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലുകൂട്ടി വളർത്താൻ കഴിയുന്ന ജീവികളെയാണ് സസ്തനികൾ എന്ന് പറയുന്നത്.
Primates were a category of mammals. They originated in Asia and Africa. Primates സസ്തനികളിൽ പെടുന്നവയാണ്, ഏഷ്യയിലും ആഫ്രിക്കയിലുമാണ് അവയുടെ ഉത്ഭവം. ഹ്യൂമൻ ബീങ്സ് ഇൻക്ലൂഡ് ഇൻ ദിസ് ഗ്രൂപ്പ് ഓഫ് മാമൽസ്. പ്രിമേറ്റ്സ് ആൾസോ ഇൻക്ലൂഡ്സ് മങ്കീസ് ആൻഡ് ഏപ്സ്. പ്രിമേറ്റ്സിനകത്ത് പിന്നെ കുരങ്ങന്മാരും ഏപ്സ് വാലില്ലാത്ത കുരങ്ങന്മാരും ഉണ്ട്. ദേ ഹാവ് ബോഡി ഹെയർ, രോമാവൃതമായ ശരീരം, ലോങ് ഗെസ്റ്റേഷൻ ഫോളോയിങ് ബർത്ത്, ഗർഭധാരണ, നീണ്ട ഗർഭധാരണ കാലം, മാമറി ഗ്ലാൻസ്, സ്തനഗ്രന്ഥികൾ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടീത്ത്, വ്യത്യസ്തങ്ങളായ പല്ലുകൾ, ആൻഡ് ദ എബിലിറ്റി ടു മെയിൻറ്റെയിൻ എ കോൺസ്റ്റന്റ് ബോഡി ടെമ്പറേച്ചർ, സ്ഥിരമായ ശരീര ഊഷ്മാവ് സൂക്ഷിക്കാൻ കഴിയുക. ഇതൊക്കെ ഈ പ്രിമേറ്റ്സുകളുടെ, ഈ മാമലുകളുടെ ലക്ഷണങ്ങളായിരുന്നു. അടുത്തതായി ഹോമിനോയിഡ്സ്. അവിടെ ചെറിയൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കിക്കൊണ്ട് ഹോമിനോയിഡ്സും അതിനുശേഷം വരുന്ന മനുഷ്യവർക്കുമായിട്ട് ഹോമിനിഡ്സും ഉണ്ട്. എക്സാമിനാണെങ്കിൽ ഉറപ്പായിട്ട് ചോദിക്കുകയും ചെയ്യും ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങളും ഒക്കെ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചേ പറ്റത്തുള്ളൂ. ഹോമിനോയിഡ്സ് എബൌട്ട് 24 MYA നിങ്ങൾ ടെസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ മില്യൺ ഇയേഴ്സ് എഗോ എ സബ് ഗ്രൂപ്പ് എമർജ്ഡ് എമംഗ് പ്രിമേറ്റ്സ്. പ്രിമേറ്റ്സിന്റെ ഇടയിൽ ഒരു സബ് ഗ്രൂപ്പ്, ഒരു ഉപവിഭാഗം ഉണ്ടായി. ദേ ആർ കാൾഡ് ഹോമിനോയിഡ്സ്. Hominoids were a big family. Apes and human beings included in this group. Hominoids are different from monkeys. അപ്പോൾ ഹോമിനോയിഡ്സ് ഒരു വലിയ ഫാമിലിയാണ്, ഘട്ടം ഘട്ടമായിട്ട് ഉണ്ടായതാണ്. കുരങ്ങുകളും മനുഷ്യരും ഒക്കെ ഈ വിഭാഗത്തിൽ തന്നെ പെടുന്നതാണ്. എന്നാൽ ഹോമിനോയിഡ്സ് ആർ ഡിഫറെന്റ് ഫ്രം മങ്കീസ്. അപ്പോൾ സാധാ കുരങ്ങന്മാരിൽ നിന്നും ഹോമിനോയിഡ്സ് കുറേ രീതിയിൽ വ്യത്യസ്തപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു. അടുത്തത് ഹോമിനിഡ്സ്. അപ്പോൾ ഹോമിനിഡ്സിലോട്ട് കടന്നിട്ട് ഹോമിനിഡ്സിനെ പറ്റി കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇവ തമ്മിലുള്ള വ്യത്യാസം പരീക്ഷ സംബന്ധിയായ പോയിന്റിലോട്ട് കടക്കാം. ദ എവിഡൻസ് ഓഫ് ഫസ്റ്റ് ഹോമിനിഡ്സ് ഈസ് ഡിസ്കവേർഡ് അബൌട്ട് 5.6 MYA. 5.6 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ആദ്യകാല ഹോമിനിഡ്സിനെ പറ്റിയുള്ള തെളിവുകൾ നമുക്ക് കിട്ടിയത്. ഹോമിനിഡ്സ് ഹാവ് ഇവോൾവ്ഡ് ഫ്രം ഹോമിനോയിഡ്സ്. അപ്പോൾ ഹോമിനോയിഡ്സിൽ നിന്നുണ്ടായ ആധുനിക വർഗമാണ് ഹോമിനിഡ്സ്. ദേ ഷെയർ സർട്ടൻ കോമൺ ഫീച്ചേഴ്സ്. രണ്ടുപേർക്കും പൊതുവായ ചില സവിശേഷതകളുണ്ട്. ബട്ട് ദേ ഹാവ് മേജർ ഡിഫറൻസസ് ആസ് വെൽ. എന്നാൽ ശക്തമായ വ്യത്യാസങ്ങളും ഒരുപാടെണ്ണമുണ്ട്. അതാണ് നമ്മുടെ പരീക്ഷാ പോയിന്റ്. നമുക്ക് അതിലോട്ട് കടന്നു നോക്കാം. ഹോമിനോയിഡ്സും ഹോമിനിഡ്സും തമ്മിലുള്ള ആ വ്യത്യാസങ്ങൾ ഒരു ചാർട്ടായിട്ട് എഴുതി പഠിക്കാവുന്നത്. അപ്പോൾ ഒന്നാമത് ഹോമിനോയിഡ്സ്, എ സബ് ഗ്രൂപ്പ് ഓഫ് പ്രിമേറ്റ്സ്. പ്രിമേറ്റ്സിൽ നിന്നുണ്ടായ ഒരു വിഭാഗം ഹോമിനിഡ്സ്. രണ്ടാമത് സ്മാൾ ബ്രെയിൻ സൈസ്. ഹോമിനിഡ്സിന് സ്മാൾ ബ്രെയിൻ സൈസ് ആണ്. അതുപോലെ തന്നെ ക്വാഡ്രാപ്പിഡ്സ് ആണ്. ഹോമിനോയിഡ്സ് നാൽക്കാലികളാണ്. നോ അപ്രൈറ്റ് പോസ്ചർ. അവയ്ക്ക് നിവർന്നു നിൽക്കാൻ കഴിവില്ല. അടുത്തായിട്ട് ഹോമിനോയിഡ്സിന് 4 limbs ആർ നോട്ട് ഫ്ലെക്സിബിൾ. കൈകൾക്ക് വഴക്കമോ വൈദഗ്ധ്യമോ ഒന്നുമില്ല. ഇനി ഹോമിനിഡ്സിനെ പറ്റി പറയുമ്പോൾ എ ബ്രാഞ്ച് ഇവോൾവ്ഡ് ഫ്രം ഹോമിനോയിഡ്സ്. ഹോമിനോയിഡ്സിൽ നിന്നുണ്ടായതാണ്. അപ്പോൾ അതിലത് എഴുതിയിട്ടില്ല എങ്കിലും നമ്മുടെ ടെസ്റ്റിലുണ്ട്, അത് ഓർക്കുക. ലാർജ് ബ്രെയിൻ സൈസ്, വലിയ മസ്തിഷ്കമുണ്ട്. ബൈപീഡൽസ്, ഇരുകാലികളാണ്. അപ്രൈറ്റ് പോസ്ചർ, നിവർന്നു നിൽക്കാൻ കഴിയുന്നവയാണ്. 4 limbs ഫ്ലെക്സിബിൾ. ഇവയുടെ കൈകാലുകൾക്ക് വഴക്കവും വൈദഗ്ധ്യവും ഒക്കെ ഉണ്ട്. ഇവയൊക്കെയാണ് ഹോമിനോയിഡ്സ് എന്ന് പറയുന്ന ആദിമവർഗവും ഹോമിനിഡ്സ് എന്ന് പറയുന്ന അത് പുരോഗമിച്ചു വന്ന വർഗവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എക്സാമിന് ഉറപ്പായിട്ട് ചോദിക്കുന്നതാണ്. നിങ്ങൾ ആ പഠിക്കുന്ന രീതിയിലാണെങ്കിൽ പഠിക്കാൻ എളുപ്പം. ആദ്യം തലച്ചോറിന് വലിപ്പം കുറവ്, അടുത്തതിനകത്ത് വലിപ്പം കൂടുതൽ, അങ്ങനെ ഒരു ബൈനറി ഓപ്പോസിഷൻ മോഡലായിരിക്കും നിങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചത്. ഇതും വേണം നിങ്ങൾക്ക് അങ്ങനെ ആക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാക്കി പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇനി ഹോമിനിഡ്സ് ആർ ഫർദർ ഡിവൈഡഡ് ഇൻടു ബ്രാഞ്ചസ് നോൺ ആസ് ജെനുസ്. ഹോമിനിഡ്സിനെ വേറെയും ബ്രാഞ്ചസ് ആയിട്ട് അല്ലെങ്കിൽ ജെനുസുകളായിട്ട് തരംതിരിച്ചേക്കുന്നു. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ദം ആർ ആസ്ട്രലോപിത്തേക്കസ് ആൻഡ് ഹോമോ. ഹോമിനിഡ്സിനെ രണ്ടായിട്ട് തരംതിരിച്ചേക്കുന്നു, ആസ്ട്രലോപിത്തേക്കസ് ആൻഡ് ഹോമോ. അപ്പോൾ ഒരു സ്കളൊക്കെ കാണാം, അതിൽ പഴയകാല ആൾക്കാർ തൊട്ട് ഇപ്പോഴത്തെ ആൾക്കാരുടെ വരെയുള്ള തലയോട്ടി. അപ്പോൾ ഹോമിനിഡ്സിലെ ആസ്ട്രലോപിത്തക്കസും ഹോമോയും തമ്മിലുള്ള വ്യത്യാസത്തിന്റെ ഒരു ചാർട്ടും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഹോമിനിഡ്സിനെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു, ആസ്ട്രലോപിത്തക്കസ് ആൻഡ് ഹോമോ. രണ്ടാമത്തെ ശരിക്കും പ്രധാനപ്പെട്ട പരീക്ഷാ പോയിന്റ്. ദ ആസ്ട്രലോപിത്തക്കസ് ഹാസ് എ സ്മാളർ ബ്രെയിൻ സൈസ്,
ഹെവിയർ ജാസ് ആൻഡ് ലാർജർ ടീത്ത് ദാൻ ദ ഹോമോസ്. അപ്പോൾ ആ ഹോമോയെ അപേക്ഷിച്ച് ആസ്ട്രലോപിത്തക്കസിന് ഹാസ് എ സ്മാളർ ബ്രെയിൻ സൈസ്, തലച്ചോറ് ചെറുതാണ്. ഹെവിയർ ജോസ്, വലിയ താടികല്ലുകളാണ്. ലാർജർ ടീത്ത്, വലിയ പല്ലുകളാണ്. അപ്പോൾ ആസ്ട്രലോപിത്തക്കസ് ഹോമോയോട് വെച്ച് നോക്കുമ്പോൾ ആസ്ട്രലോപിത്തക്കസ് ശരിക്കും കുരങ്ങ് രൂപി തന്നെയാണ്. ഹോമോ കുറച്ചും കൂടി ഉയർന്ന ആളുമാണ്. ദ നെയിം ആസ്ട്രലോപിത്തക്കസ് ഈസ് ഡിറൈവ്ഡ് ഫ്രം എ ലാറ്റിൻ വേർഡ് ഓസ്ട്രൽ meaning southern and a Greek word Pithekos means ape. The word Australopithecus means southern ape. അപ്പോൾ ഈ ആസ്ട്രലോപിത്തക്കസ് എന്ന് പറയുന്ന വാക്ക് ഉണ്ടാവുന്നത് ഒരു ആസ്ട്രൽ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വാക്ക്, അതിനർത്ഥം സതേൺ, തെക്ക്. അത് കഴിഞ്ഞ് പിത്തേക്കസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വാക്ക് മീനിങ് ഏപ്പ്, വാലില്ലാത്തത്. ദ വേർഡ് ആസ്ട്രലോപിത്തക്കസ് മീൻസ് സതേൺ ഏപ്പ്. അപ്പോൾ തെക്ക് ദേശത്തെ വാനരൻ എന്ന അർത്ഥത്തിലാണ് ആസ്ട്രലോപിത്തക്കസ് എന്ന് ഇയാൾക്ക് പേര് കൊടുക്കുന്നത്. ദ നെയിം വാസ് ഗിവൺ ബിക്കോസ് ആസ്ട്രലോപിത്തക്കസ് ഹാവ് റിട്ടൈൻഡ് മെനി ഫീച്ചേഴ്സ് ഓഫ് ആൻ ഏപ്പ്. ഒരു വാലില്ലാ കുരങ്ങന്റെ എല്ലാ രീതികളും ആസ്ട്രലോപിത്തക്കസ് കാണിക്കുന്നതുകൊണ്ടാണ് അയാൾക്ക് ആ പേര് കൊടുത്തിരിക്കുന്നതെന്ന്. ഗ്രാജുവലി ടൂൾ മേക്കിംഗ് ആൻഡ് ലോങ് ഡിസ്റ്റൻസ് വാക്കിംഗ് ഇൻക്രീസ്ഡ്. അപ്പം ആസ്ട്രലോപിത്തക്കസ് ഹോമോയും ഒക്കെ വന്നപ്പോഴേക്കും ആയുധ നിർമ്മാണവും ദൂരദേശങ്ങളിലേക്കുള്ള യാത്രയും ഒക്കെ വർദ്ധിച്ചു വരികയാണ്. ദീസ് ആൻസസ്റ്റേഴ്സ് ഓഫ് മോഡേൺ ഹ്യൂമൻസ് ലീവ്ഡ് ഇൻ ജംഗിൾസ് ഓഫ് ആഫ്രിക്ക. ആഫ്രിക്കയിലെ വനാന്തരങ്ങളിലാണ് മനുഷ്യന്റെ ഈ മുൻഗാമികൾ താമസിച്ചുകൊണ്ടിരുന്നത്. ആഫ്രിക്കയിലെ വനാന്തരങ്ങളിൽ. ദ ഫോസിൽസ് ഓഫ് ആസ്ട്രലോപിത്തക്കസ് വാസ് ഫസ്റ്റ് ഡിസ്കവേർഡ് ഫ്രം ഓൾഡ് വായ് ജോർജ്, ആഫ്രിക്ക. അപ്പോൾ ആസ്ട്രലോപിത്തക്കസിന്റെ ആദ്യകാല ഫോസിലുകൾ കിട്ടിയത് ഓൾഡ് വായ് ജോർജ്, ആഫ്രിക്കയിലെ. ഒബ്ജക്റ്റീവ് ടൈപ്പായിട്ട് സ്ഥിരം ചോദിക്കുന്നതാണ് ഈ സ്ഥലപ്പേര്. ഇൻ ദ ഏർലി 20th century ബൈ എ ജർമ്മൻ ബട്ടർഫ്ലൈ കളക്ടർ. ഒരു ജർമ്മനിക്കാരനായ ബട്ടർഫ്ലൈ കളക്ടർ, പൂമ്പാറ്റകളെയൊക്കെ ശേഖരിക്കുന്ന, ഓരോരുത്തർക്ക് ഓരോരോ രീതികളല്ലേ, അങ്ങനെ ഒരു കൃഷിക്കാർക്കാണ് കിട്ടിയത്. ഹൗ ഓവർ ദിസ് സൈറ്റ് കെയിം ടു ബി ഐഡന്റിഫൈഡ് വിത്ത് മേരി ആൻഡ് ലൂയി ലീക്കെ. ഈ സ്ഥലം ആരുടെ ഒക്കെ പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് അറിയോ? മേരി ആൻഡ് ലൂയി ലീക്കെ. അവരാണ് അവിടെ ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടി പ്രവർത്തിച്ചത്. അതിലെ തന്നെ മേരി ലീക്കയാണ് വളരെ കൂടുതൽ പ്രവർത്തിക്കുകയും ഒരു ദിവസം ഈ ആസ്ട്രലോപിത്തക്കസിന്റെ ഒരു പല്ല് തന്നെ അവർ അവിടെ നിന്ന് കണ്ടെത്തുന്നു. അത് ശരിക്കും ഒരു തുടക്കമാകുന്നു. ഇങ്ങനൊരു ജീവിയെക്കുറിച്ചുള്ള തുടക്കം ഇട്ടത് ശരിക്കും മേരി ലീക്കയാണ്. അപ്പോൾ അവരുടെ രണ്ടിന്റെ, മേരി ലീക്കയുടെയും ലൂയി ലീക്കയുടെയും പേരിലാണ് ഈ ഓൾഡ് വായ് ജോർജ് അറിയപ്പെടുന്നത്. ഈ ആസ്ട്രലോപിത്തക്കസ് ഭൂമിയിൽ നിന്നും ഇല്ലാതാവുന്നത് ഒരു ഐസ് ഏജ് ഒരു ഗ്ലേഷ്യൽ ഏജോട് കൂടിയാണ്. നിങ്ങൾ ഐസ് ഏജ് എന്നൊക്കെ പറയുന്ന സിനിമയൊക്കെ ഉണ്ട് കാണില്ലേ? 2.5 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകുന്നു. റെഡ്യൂസ് ദ സൈസ് ഓഫ് ഫോറസ്റ്റ്, വനങ്ങളുടെയൊക്കെ സൈസ് കുറയുന്നു. അനത്ത മഞ്ഞുവീഴ്ച പോലെ. എക്സ്പാൻഷൻ ഓഫ് പാസ്റ്ററൽ ഗ്രൗണ്ട്, ഒരുപാട് പുൽപ്രദേശങ്ങൾ വളരുന്നു. അപ്പോൾ ഈ വനത്തിനെ ആശ്രയിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന ആസ്ട്രലോപിത്തക്കസ് പോലുള്ള ജീവികൾ ഇല്ലാതായിക്കൊണ്ട് കുറച്ചും കൂടി പുൽപ്രദേശങ്ങളിൽ ജീവിക്കാൻ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പുതിയൊരു ജീവി ഉണ്ടാകുന്നു. അയാളുടെ പേരാണ് ഹോമോ. അപ്പോൾ ഐസേജ് ഒരു നിരന്തരം ഉണ്ടായിരിക്കുന്നതാണ്. 4 തവണയായിട്ട് ഉണ്ടായി. അത് കാരണമായിട്ട് ഹോമോ എന്ന് പറയുന്ന പുതിയൊരു വർഗം ഉണ്ടാകുന്നു, ഹോമോ. ഇനി പോസിറ്റീവ് ഫീഡ് മെക്കാനിസത്തെ പറ്റിയാണ് പഠിക്കാനുള്ളത്. അതിൽ തന്നെ ബെനിഫിറ്റ്സ് ഓഫ് ബൈപീഡിയലിസം, ഇറക്റ്റ് പൊസിഷൻ, ഇരുകാലിലുള്ള നടത്തം, നേരെ നിൽക്കൽ. അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ കൊടുത്തേക്കുന്നുണ്ടോ? ക്യാരിയിങ് ഒബ്ജക്ട്സ്, 4 കാലിൽ നിൽക്കുമ്പോൾ നടക്കാത്ത പല കാര്യങ്ങളും സാധനങ്ങൾ എടുക്കാം, അതായത് കുഞ്ഞുങ്ങളെ വരെ എടുക്കാൻ പറ്റും. വിഷ്വൽ സർവൈലൻസ്, വിദൂര വീക്ഷണം തന്നെയാണ്. ദൂരെ വരെയുള്ള കാര്യങ്ങൾ നേരെ നിൽക്കുന്ന ഒരാൾക്ക് കാണാൻ കഴിയും. ലോങ് ഡിസ്റ്റൻസ് വാക്കിംഗ്, വളരെ ദൂരെയുള്ള സ്ഥലങ്ങൾ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ലെസ് എനർജി കൺസംഷൻ, 4 കാലിൽ നടക്കുന്നതിനാൽ കുറച്ച് എനർജി മതി ഇതിന്. അപ്പം ആ പോസിറ്റീവ് ഫീഡ് മെക്കാനിസമാണ് നമ്മൾ തുടങ്ങിയത്. ദ പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസത്തിൽ വെൻ ഹ്യൂമൻ ബീയിങ്സ് യൂസ് ദെയർ കേപ്പബിലിറ്റീസ്, ആ കേപ്പബിലിറ്റീസ് നമുക്ക് ഇൻപുട്സ് എന്ന് വിളിക്കാം. ഇൻ ഡൂയിങ് ആൻ ആക്ടിവിറ്റി ഇറ്റ് മേ പ്രൊഡ്യൂസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് റിസൾട്ടുകളെ ഔട്ട്പുട്ട് എന്നും, നിങ്ങൾ IT ഒക്കെ പഠിക്കുമ്പോൾ കമ്പ്യൂട്ടർ സംബന്ധിയായിട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നൊക്കെ കേട്ട് കാണും. അപ്പം മനുഷ്യന്റെ ആ കഴിവുകൾ, അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ അതിനെ ഇൻപുട്ട് എന്നും, ആ കഴിവുകൾ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ആ റിസൾട്ടിനെ ഔട്ട്പുട്ട് എന്നും വിളിക്കുന്നു. അത് പോസിറ്റീവ് ഔട്ട്പുട്ടും ഉണ്ട്, നെഗറ്റീവ് ഔട്ട്പുട്ടും ഉണ്ട്. ഇഫ് ദ ഔട്ട്പുട്ട് ഈസ് പോസിറ്റീവ് ഇറ്റ് ഈസ് കാൾഡ് പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം. ഔട്ട്പുട്ട് പോസിറ്റീവ് ആണെങ്കിൽ അതിനെ പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം എന്ന് പറയുന്നു. ഇറ്റ് ഈസ് എ ടു ആൻഡ് ഫ്രോ പ്രോസസ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇരുഭാഗത്തേക്കുമുള്ള ഒരു പ്രക്രിയയാണ്.
ഒരു ഉദാഹരണം നോക്കാം. ടൂൾ മേക്കിംഗ് പ്രൊഡ്യൂസ്ഡ് മെനി പോസിറ്റീവ് ഔട്ട്പുട്ട്സ്. ടൂൾ മേക്കിംഗ് ഒരുപാട് പോസിറ്റീവ് ഔട്ട്പുട്ട്സ് ഉണ്ടാക്കുന്നെന്ന്. ഇൻക്രീസ് ദ ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഓഫ് മെൻ, മനുഷ്യന്റെ ബുദ്ധിപരമായ കഴിവ് കൂട്ടുന്നു. സ്ട്രെങ്ത് ആൻഡ് മാൻസ് ടെക്നിക്കൽ സ്കിൽസ്, ഇതൊക്കെ ഉണ്ടാക്കാനുള്ള വൈദഗ്ധ്യം വർദ്ധിപ്പിക്കുന്നു. ഹെൽപ്ഡ് പ്രിമിറ്റീവ് മാൻ ഇൻ ഡെവലപ്പിംഗ് അഗ്രികൾച്ചർ ആൻഡ് ലീഡിങ് എ സെറ്റിൽഡ് ലൈഫ്, കൃഷിയൊക്കെ ശക്തമാക്കി നല്ലൊരു സെറ്റിൽഡ് ലൈഫ് ഉണ്ടാക്കാൻ ഈ പറഞ്ഞ പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം അവരെ സഹായിക്കുന്നു. ഹോമിനിഡ്സിൽ നിന്ന് 2 വിഭാഗം ഉണ്ടായി നമ്മൾ പറഞ്ഞു, ആസ്ട്രലോപിത്തക്കസും ഹോമോയും. അതിലെ ആസ്ട്രലോപിത്തക്കസിനെ പറ്റി നമ്മൾ പറഞ്ഞു, അത് ഡിസപ്പിയർ ആവാനുള്ള കാരണം, എക്സ്റ്റെൻഡ് ആവാനുള്ള കാരണവും പറഞ്ഞു. ഹിമയുഗം കാരണം അവർ ജീവിച്ചുകൊണ്ടിരുന്ന വനങ്ങളങ്ങ് ഇല്ലാതായി. അപ്പൊ ഈ പുൽമേടുകളോട് പാസ്റ്ററൽ ലാൻഡ്സിനോട് പൊരുത്തപ്പെടാനൊക്കാത്ത അവർ എക്സ്റ്റെൻഡ് ആയിക്കൊണ്ട് അതിനോട് പൊരുത്തപ്പെടാൻ പറ്റുന്ന പുതിയൊരു വിഭാഗം, അതിനോട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പുതിയൊരു വിഭാഗം വരുന്നു. ദേ വെയർ ദ ഏർലിയസ്റ്റ് റെപ്രസെന്റേറ്റീവ്സ് ഓഫ് ദ ജനുസ് ഹോമോ. അപ്പൊ പ്രാചീനകാല ഹോമോ അതോടുകൂടി വരുന്നു. ഹോമോ ഇസ് എ ലാറ്റിൻ വേർഡ് മീനിങ് മാൻ, മനുഷ്യൻ അർത്ഥം വരുന്ന ഒരു ലാറ്റിൻ വേർഡാണ് ഹോമോ. അതാണല്ലോ നമ്മൾ ഹോമോസാപ്പിയൻസ് എന്നൊക്കെ പറയുന്നത്. ലാർജർ ബ്രെയിൻ, ജോസ് വിത്ത് റെഡ്യൂസ്ഡ് ഔട്ട്വേർഡ് പ്രൊട്രൂഷൻ ആൻഡ് സ്മാൾ ടീത്ത് ആർ ദ ടിപ്പിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹോമോ. ഹോമോയുടെ പ്രത്യേകതകളായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വലിയ തലച്ചോറ്, കുറച്ചു മാത്രം ഉന്തിയ താടിയെല്ലുകള്, ചെറിയ പല്ലുകള്, ഇതൊക്കെയാണ് ഹോമോയുടെ പ്രത്യേകത. ഇതിന്റെ എല്ലാം ഓപ്പോസിറ്റ് ആണ് നമ്മൾ ആസ്ട്രലോപിത്തക്കസിന് പറഞ്ഞിരുന്നത്. ദെയർ വെയർ സെവറൽ ടൈപ്സ് ഓഫ് ഹോമോ, വ്യത്യസ്ത ഇനം ഹോമോകളുണ്ട്. ചിത്രത്തിൽ കാണുന്ന പോലെ പ്രധാനമായും 3 ഇനമാണ് നമ്മൾ പഠിക്കുന്നത്. ഹോമോ ഹാബിലിസ് ദ ടൂൾ മേക്കർ, ഹോമോ ഇറക്ടസ് ദ അപ്രൈറ്റ് മാൻ, ഹോമോ സാപ്പിയൻസ് നമ്മുടെ തന്നെ ദ വൈസ് മാൻ ഓർ തിങ്കിങ് മാൻ. അപ്പൊ ഇനി 1-2 ഐറ്റങ്ങളൂടെ നിങ്ങൾ പഠിച്ചു വരുമ്പം അതിനിടയ്ക്ക് കയറി വരും. ഇപ്പൊ എന്തെങ്കിലും പ്രധാനമായിട്ട് ഇപ്പൊ നോക്കി, ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്ടസ്, ഹോമോ ഹൈഡൽബെർഗിയൻസ്, ഹോമോ നിയാണ്ടർതാലൻസ്, ഹോമോ സാപ്പിയൻസ്. ഇപ്പൊ കണ്ടില്ലോ, അത് 5 ആയത്. എങ്കിൽ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഹോമോ ഹാബിലിസും ഹോമോ ഇറക്ടസും ഹോമോ സാപ്പിയൻസും ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 3ഉം 4ഉമായിട്ട് കാണുന്ന ഹോമോ ഹൈഡൽബെർഗൻസിസ്, ഹോമോ നിയാണ്ടർതാലൻസിസ് എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ പേടിക്കാനില്ല. ജാവ മെൻ, പീക്കിംഗ് മെൻ ഒക്കെ കേൾക്കുന്ന പോലെ എവിടെ നിന്നാണോ ഒരു മനുഷ്യവർഗത്തിൽപ്പെട്ട ഒരാളുടെ അസ്ഥികൂടം കിട്ടുന്നത് ആ സ്ഥലത്തിന്റെ പേര് വെച്ച് ഹോമോ ഹൈഡൽബെർഗൻസിസ് ആകുമ്പോൾ ഹൈഡൽബെർഗൻസിസ്, നിയാണ്ടർതാലൻസിസ് ആകുമ്പോൾ നിയാണ്ടർതാൽ വാലിയിൽ നിന്ന് കിട്ടുമ്പോൾ. അപ്പൊ അങ്ങനെ പേര് കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അടുത്ത ഫീച്ചേഴ്സ് ഓഫ് ഹോമോ എന്നൊരു ഹെഡിങ് കാണാൻ പറ്റും. അവർക്ക് ബിഗ് ബ്രെയിൻ ആയിരുന്നു എന്ന്. സ്മാൾ സ്കെയിൽ പ്രൊജക്റ്റഡ് ഫ്രണ്ട് ജോ, ഈ താടിയെല്ലുകളൊക്കെ വലുതായിട്ട് ഉന്തിയിട്ടില്ല. സ്മാൾ ടീത്ത്, ചെറിയ പല്ലുകളായിരുന്നു. ലീവ്ഡ് ഇൻ ഗ്രൗണ്ട്, അത് വളരെ പ്രധാനപ്പെട്ട. അപ്പൊ നിങ്ങൾക്ക് നിസ്സാരമായിട്ട് തോന്നും, അത് മരങ്ങളിലല്ല താഴെ ഇറങ്ങി താമസിക്കാൻ തീരുമാനിച്ചു എന്നുള്ളത് തന്നെ ചരിത്രപരമായ ഒരു വലിയ നിയോഗം തന്നെയാണ് അവരുടെ ആ തീരുമാനം. അപ്പൊ ഹോമോയിലെ ആദ്യത്തെ ഹോമോ ഹാബിലിസ് ടൂൾ മേക്കർ, പ്രകൃതിയിലെ ലോകത്തെ ആദ്യത്തെ പണിയായുധ നിർമ്മാതാക്കൾ. ഹോമോ ഹാബിലിസ് വെയർ ദ മെമ്പേഴ്സ് ഓഫ് സ്പീഷീസ് ഓഫ് ദ ഹോമോ ജെനിസ്. ഹോമോ എന്ന് പറയുന്ന ജനസിൽപ്പെടുന്നവരാണ്. The origin of Homo habilis can be traced to 2.5 million years ago. 2.5 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആണ് ഇവരുടെ ഒറിജിൻ ഇവരുണ്ടായിരുന്നെന്ന് വിശ്വസിക്കപ്പെടുന്നു. They are the first tool makers. They lived in Africa. They did not know how to make fire. അപ്പൊ ഹോമോ ഹാബിലിസിൽ പെടുന്ന കക്ഷിക്കാരാണ് ആദ്യത്തെ പണിയായുധ നിർമ്മാതാക്കള്. ഇവർക്ക് തീയുടെ ഉപയോഗം അറിഞ്ഞുകൂടായിരുന്നു. ആഫ്രിക്കയിലായിരുന്നു ഇവരുടെ സ്ഥിരവാസമെന്നും. ഹോമോ ഹാബിലിസ് എന്ന ചിത്രത്തിൽ ഹോമോ ഹാബിലിസിനെ കാണാം. അപ്പോഴും മനുഷ്യരൂപം ശരിക്കായിട്ടില്ല. അപ്പൊ നോക്കിക്കോളും. ഇവരുടെ ഫോസിൽസ് ഓഫ് ഹോമോ ഹാബിലിസ് ഹാവ് ബീൻ ഡിസ്കവേർഡ് അറ്റ് ഓമോ ഇൻ എത്യോപ്യ ആൻഡ് ഓൾഡ് വായ് ജോർജ് ഇൻ ടാൻസാനിയ. എത്യോപ്യയിലെ ഒമോയിൽ നിന്നും ടാൻസാനിയയിലെ ഓൾഡ് വായ് ജോർജിൽ നിന്നുമാണ് ഹോമോ ഹാബിലിസിന്റെ ഈ സ്കെലിറ്റനൊക്കെ കണ്ടെത്തിയതെന്ന്. ഹോമോ ഹാബിലിസിന്റെ സ്കെലിറ്റൻ കണ്ടെത്തിയ സ്ഥലങ്ങൾ. ഇനി നമുക്ക് ഹോമോ ഇറക്ടസ് ഓരോന്ന് പറഞ്ഞു പോവുകയാണ്. അവർ തന്നെ ആവണമെന്നില്ല. ഹോമോ ഹാബിലിസ് 1, 2 ഓരോ തലയോട്ടികളൊക്കെ കിട്ടുന്ന അനുസരിച്ചുള്ള വന്നിരിക്കുകയാണ്. ഇപ്പൊ തന്നെ തലയോട്ടി കമ്പ്യൂട്ടർ ഡിസൈനിങ്ങിൽ കിട്ടിയ തലയോട്ടിക്ക് ഒരു രൂപം കൊടുത്തിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ ഹോമോ ഹാബിലിസിൽ കാണുന്നത്. ഇനി അടുത്ത ഹോമോ ഇറക്ടസ് ദ അപ്രൈറ്റ് മെൻ. ദ ഒറിജിൻ ഓഫ് ഹോമോ ഇറക്ടസ് ക്യാൻ ബി ട്രേസ്ഡ് ബാക്ക് ടു 1.8 മില്യൺ ഇയേഴ്സ് അഗോ.
1.8 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഹോമോ ഇറക്ടസ് ഉണ്ടായി. ദേ വെയർ നോൺ ആസ് ദ അപ്രൈറ്റ് മെൻ, ആദ്യത്തെ നേരെ നിൽക്കുന്ന മനുഷ്യർ എന്നറിയപ്പെടുന്നു. ദേ വെയർ ദ ഡയറക്റ്റ് ആൻസസ്റ്റേഴ്സ് ഓഫ് മോഡേൺ ഹ്യൂമൻസ്, ഇപ്പോഴത്തെ ആധുനിക മനുഷ്യരുടെ നേരിട്ടുള്ള ആൻസസ്റ്റേഴ്സ് ആണ് അവരെന്ന്. അതുകൊണ്ട് ഒരു ഹോമോ ഇറക്ടസ് നമ്മളെ നോക്കി അലറുന്നത് കണ്ടൂടെ, അദ്ദേഹം കോപിഷ്ഠനാണെന്ന് തോന്നും. ഹോമോ ഇറക്ടസ് നോ ഹൗ ടു മേക്ക് ഫയർ, ഇവർക്ക് എങ്ങനെയാ തീ ഉണ്ടാക്കുന്നതെന്ന് അറിയാം. ഫയർ വാസ് ഇൻ ഫാക്ട് ഇൻവെന്റഡ് ബൈ ദീസ് പീപ്പിൾ, ഇവരായിരിക്കും, ഹോമോ ഇറക്ടസ് ആയിരിക്കും ഒരു പക്ഷേ ഫയർ കണ്ടുപിടിച്ചെന്ന്. ദേ വർ ദ ഫസ്റ്റ് ടു യൂസ് ക്ലോത്ത്സ്, എന്താണ് ആയാലും ഇവരെന്തായാലും ആദ്യമായിട്ട് നാണം മറയ്ക്കാൻ തുണികളുടെ ഉപയോഗം കണ്ടുപിടിച്ചു. അപ്പിയർഡ് ഫസ്റ്റ് ഇൻ ആഫ്രിക്ക, ഇവരെല്ലാം തന്നെ ആഫ്രിക്കയിലാണ് ആദ്യം ഉണ്ടായത്. ദേ വെയർ ഇൻട്രസ്റ്റഡ് ഇൻ മൈഗ്രേഷൻ, ആദ്യമായിട്ട് തന്നെ മൈഗ്രേഷൻ, മറ്റ് സ്ഥലങ്ങളിലോട്ടൊക്കെ പോവാൻ, കുടിയേറി പാർക്കാൻ ഇവർ തുടങ്ങി. ദേ ക്രോസ്ഡ് ദ ആഫ്രിക്കൻ കോണ്ടിനെന്റ് റീച്ച്ഡ് അപ് ടു യൂറോപ്പ് ആൻഡ് ഏഷ്യ, ആഫ്രിക്കൻ കോണ്ടിനെന്റ് ക്രോസ് ചെയ്ത് യൂറോപ്പിലും ഏഷ്യയിലും വരെ ഇവര് എത്തിച്ചേർന്നുള്ളതാണ്. അടുത്തത് ഹോമോ സാപ്പിയൻസ് ആണ്. ഹോമോ സാപ്പിയൻസ് വൈസ് ഓർ തിങ്കിങ് മാൻ, നമ്മൾ തന്നെയാണ് ഹോമോ സാപ്പിയൻസ്. അന്നേരം നമ്മളൊരു വാക്കൂടെ കൊടുത്തിട്ട് ഹോമോ സാപ്പിയൻസ് സാപ്പിയൻസ്, ചില പുസ്തകത്തിൽ അങ്ങനെ രണ്ടെണ്ണമായിട്ട് കാണാൻ പറ്റും. അത് നമ്മൾ തന്നെയാണ്. അത് തലയോട്ടി ഒരാൾ നിൽക്കുന്നതും കാണാം, ആരോ കണക്കെഴുതി പഠിച്ചേക്കുമല്ല, തലയോട്ടിയുടെ അളവ് കാര്യങ്ങളൊക്കെ അതിൽ എഴുതിയിട്ടിരിക്കുന്നതാണ്. ഹോമോ സാപ്പിയൻസ് വെയർ ദ നെക്സ്റ്റ് ഹ്യൂമൻ സ്പീഷീസ് അപ്പിയർഡ് ഓൺ എർത്ത് ആഫ്റ്റർ ഹോമോ ഇറക്ടസ്. ദേ ഒറിജിനേറ്റഡ് ആഫ്രിക്ക അബൌട്ട് 8 lakh years ago. Like Homo erectus, they also reached Europe and Asia from African continent. They were known as the wise or thinking men. ആദ്യത്തെ ബുദ്ധിമാന്മാർ, ചിന്തകർ എന്നറിയപ്പെടുന്ന ഇവരെ ആഫ്രിക്കയിലെ ഇവർ 8 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതാണ്. ഇവര് അവിടുന്ന് യൂറോപ്പിലും ഏഷ്യയിലും ഒക്കെ എത്തിച്ചേർന്നവരാണ്. The fossils of Homo sapiens are first in Europe at Heidelberg and Neanderthal in Germany. ജർമ്മനിയിലെ ഹെയ്ഡൽബർഗിൽ നിന്നും നിയാണ്ടർത്താലിൽ നിന്നുമാണ് ഇവരുടെ ആദ്യത്തെ തലയോട്ടികളൊക്കെ, ഏതാണ്ട് തലയോട്ടികളുടെയും പല്ലിന്റെ പടം കണ്ടില്ല, ഇതൊക്കെ ലഭിച്ചത്. Sometimes the names of fossils are derived from the places where the first fossil were found. ആദ്യത്തെ ഫോസിൽ കിട്ടിയ ആ സ്ഥലത്തിന്റെ പേര് വെച്ചായിരിക്കും ഈ ഫോസിലിനെ അല്ലെങ്കിൽ ഈ മനുഷ്യവർഗത്തിന് പേര് കൊടുക്കുന്നതെന്ന്. So fossils found in Heidelberg were called Homo heidelbergensis. Similarly, the fossils found in the Neander Valley were called Homo neanderthalensis. നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഹെയ്ഡൽബർഗിൽ നിന്നും കിട്ടിയവരെ ഹെയ്ഡൽബർഗിൻസിസ് നിന്നും നിയാണ്ടർത്താൽ വാലിയിൽ നിന്നും കിട്ടിയവരെ, ആ കിട്ടിയ ഫോസിലുകൾ ഉൾപ്പെടുന്ന ആ വർഗത്തിനെ ഹോമോ നിയാണ്ടർതാലെൻസിസ് എന്നും പറയുന്നു എന്ന് പറഞ്ഞു. The fossils of Homo heidelbergensis have a wide distribution. They were found in Africa, Asia and Europe. അപ്പൊ നമ്മൾ ആദ്യം കണ്ടതൊക്കെ ഒരു സ്ഥലത്ത് ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഹെയ്ഡൽബർഗ് ഒക്കെ ആയപ്പോഴത്തേന് കുറെ ആധുനികരായി. അവരുടെ അവശിഷ്ടങ്ങൾ, ഫോസിലുകൾ പല സ്ഥലത്തു നിന്ന്, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന്, ഏഷ്യ, യൂറോപ്പ് കോണ്ടിനെന്റ്സിൽ നിന്നൊക്കെ നമുക്ക് ഇവരുടെ ഫോസിലുകൾ കിട്ടും. ശരി, നമുക്ക് അങ്ങനെ ഇന്നത്തെ ക്ലാസ് കൂടെ അവസാനിപ്പിക്കാം. ഇതിന്റെ ഇംഗ്ലീഷ്, മലയാളം നോട്ട്സ് എല്ലാം അയച്ചു തരുന്നതായിരിക്കും. ഈ പറയുന്നതെല്ലാം ലെക്ചർ നോട്ടായിട്ട് നിങ്ങൾ എടുത്ത് എഴുതി തയ്യാറാക്കി വെച്ചേക്കുക. ഇംഗ്ലീഷ്, മലയാളം നോട്ട്സുകൾ അയച്ചു തരുമ്പോൾ അത് എഴുതിയെടുത്തോ പ്രിന്റ് എടുത്തോ പഠിക്കുക. ശരി.